ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. ഞാൻ റീമ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഷോർട്ട് സെഷനിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ബാങ്കിങ് എക്സാംസിന്റെ ഇംഗ്ലീഷിനെ പറ്റിയാണ്. അപ്പൊ നമുക്ക് നിങ്ങൾ ഇതിന് മുന്നത്തെ വീഡിയോസ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ഇത്രയാണ് ഇതിന്റെ ഇന്ന ഏരിയാസ് നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നൊക്കെ എല്ലാ സബ്ജക്ട്സും സോഫാർ കവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ വെയിറ്റേജ് ഇത്രയാണ് എന്നൊക്കെ പല വീഡിയോസ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതൊന്നും ഞാൻ കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ എനിക്ക് പറയാനുള്ളത് ഇംഗ്ലീഷ് നമ്മൾ എങ്ങനെ പഠിച്ചു തുടങ്ങാം. കാരണം ബാങ്ക് എക്സാംസിന്റെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയാവുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് തന്നെയാണ്, അല്ലെ? നോ ഡൗട്ട്. അപ്പൊ ഇതിന്റെ ക്യു എ അത്യാവശ്യം മാത്സ് അറിയാവുന്നവർക്കൊക്കെ അത്യാവശ്യം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ആ ഒരു സെഷനിലെ ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ആർക്ക് സ്കോർ ചെയ്യാവുന്ന ഏരിയ ആണ്. പിന്നെ ഉള്ളതാണ് റീസണിങ്ങും അത്യാവശ്യം എല്ലാവർക്കും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് നമ്മൾക്ക് ഇംഗ്ലീഷും കൊണ്ടെത്തിക്കണം, അല്ലെ? അപ്പോൾ അതിന് വേണ്ട നമുക്ക് എന്തൊക്കെ നമ്മൾ തുടക്കത്തിൽ ഈ 2025 അപ്കമിങ് ആയിട്ടുള്ള SBIയുടെ എക്സാം, അതായത് ക്ലർക്ക് ആയിക്കോട്ടെ, PO ആയിക്കോട്ടെ, IBPSന്റെ എക്സാംസ്, അപ്പൊ ഇതെല്ലാം അപ്കമിങ് എക്സാംസ് ആണ്. 2025 എക്സാംസിന് വേണ്ടി നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം, ഏതൊക്കെ ഏരിയാസ്, എന്തൊക്കെ നോക്കണം. അപ്പൊ മാർക്ക് ഡിസ്ട്രിബ്യൂഷനോടൊന്നും ഞാൻ പോകുന്നില്ല, കാരണം അത് ഓൾറെഡി പ്രീവിയസ് വീഡിയോസിലെല്ലാം കവർ ചെയ്തിട്ടുള്ളതുകൊണ്ട്. അപ്പോ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ആൻഡ് ദിസ് ഇസ് റീമ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും വെൽക്കം. ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ഹിയർ വി ബിഗിൻ. നമുക്ക് എങ്ങനെ ബാങ്ക് എക്സാംസിന് വേണ്ടി 2025 നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം? ഓക്കെ, അപ്പൊ അത് ഞാനിപ്പോ പറയുന്നത് പ്രിലിംസ് ആൻഡ് മെയിൻസ് ടുഗെദർ ഒരുമിച്ചുള്ള പ്രിപ്പറേഷൻ എങ്ങനെ എന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ സിലബസ് എന്താന്നുള്ളത് മനസ്സിലാക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിപ്പോ ക്യൂ ആയിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ, ഞാൻ ഇംഗ്ലീഷിന്റെ പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. പക്ഷെ ഇത് ഒരു ബാങ്ക് എക്സാമിന് നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം ആ സിലബസ് എന്താണെന്നൊന്ന് നോക്കുക. എന്തൊക്കെയാണ് ഇതിനകത്ത് ഉള്ളത്, ഇതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ നോക്കേണ്ടത്. ഒരു ബാങ്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആസ്പിറന്റ് ആണെങ്കിൽ സിലബസ് ഏതാന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കാം. അതേപോലെ തന്നെ ഓരോ ടോപ്പിക്കിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വരുന്നു, ഇതിന്റെ ഒരു വെയിറ്റേജ് എന്താണ്, എത്ര മാർക്കിന് വരുന്നു, ഇങ്ങനത്തെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ അനാലിസിസ് നടത്തുക. അതെന്തിനാന്ന് ചോദിച്ചാൽ എന്നാൽ മാത്രമേ നമുക്കൊരു കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടുള്ളൂ. ബാങ്കിങ് സെക്ടറിൽ ഇംഗ്ലീഷ് ഇത്ര മാർക്കിന് ഇത്ര ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ റീസണിങ് ഇത്ര മാർക്കിന് ഇത്ര ക്വസ്റ്റ്യൻസ്, QA ഇന്ന ഏരിയാസ് ഇന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ അതെല്ലാം നേരത്തെ എടുത്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ എത്ര ക്വസ്റ്റ്യൻസ് ആ ടോപ്പിക്കിൽ നിന്ന് വന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അതിലോട്ടൊന്നും ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല. ബട്ട് നിങ്ങൾ സിലബസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. സോ ദാറ്റ് ഇസ് എ മേജർ പാർട്ട്. സിലബസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സിലബസ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ സിലബസ്. ശരി, രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അപ്പൊ സിലബസ് ഇന്ന ഏരിയാസ് പഠിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. രണ്ടാമതായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക. അപ്പൊ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് കിട്ടുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് സെക്ടറിന്റെ അല്ലെങ്കിൽ ബാങ്കിങ് എക്സാംസിന്റെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് എക്സാക്ട് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടത്തില്ല. അതെല്ലാവരും മനസ്സിലാക്കി വെക്കുക. നമുക്ക് എക്സാക്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഒരിക്കലും ബാങ്ക് എക്സാംസിന്റെ നമുക്ക് കിട്ടത്തില്ല. എന്തുകൊണ്ടാണ്? കാരണം അത് മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും വരുന്നത്, അല്ലെ? അതൊരു ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആസ് സച്ച് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് കുറവാണ്. പിന്നെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഇന്ന ഏരിയയിൽ നിന്ന് ഇത്ര ക്വസ്റ്റ്യൻസ് വന്നു, ചിലതൊക്കെ ഇന്ന ക്വസ്റ്റ്യൻ വന്നു എന്നൊക്കെ ചെറിയൊരു ഐഡിയ കിട്ടും എന്നുള്ളതല്ലാണ്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് വലിയ എക്സാക്ട് ക്വസ്റ്റ്യൻ കിട്ടും അങ്ങനെയില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ എങ്കിൽ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ, ആ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കുക. അപ്പൊ നമുക്ക് അറിയാം ഇന്ന ഏരിയാസ് ഒക്കെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര ക്വസ്റ്റ്യൻസ് ഇത്ര മാർക്ക് ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്, അങ്ങനത്തെ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ശരി, മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ ടൈം ടേബിൾ ഉണ്ടാക്കുക. ഒരു പ്രോപ്പർ ടൈം ടേബിൾ. ഈ പ്രോപ്പർ ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പഠിക്കാനായിട്ട് തുടങ്ങുന്നു. ഒരു നിങ്ങൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യാണ്, ഡെയിലി നിങ്ങൾ ഒരു
4 hours 4 hours നിങ്ങൾ ഇതിനു വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ ആ 4 hours നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, ഓരോരുത്തർക്കും പല പല ഡിഫിക്കൽട്ടീസ് ആയിരിക്കാം, പല പല ഹിൻഡ്രൻസസ് ആയിരിക്കാം വരുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഒരു ടൈം അനുസരിച്ച്, ഇപ്പൊ ചിലർ വർക്ക് ചെയ്യുന്നവർ കാണും, അപ്പൊ അവർക്ക് ചിലപ്പം ഈ പറയുന്ന 4 hours ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ചിലർക്ക് വർക്കിംഗ് അല്ലാത്തവർ ചിലപ്പോൾ കാണും, എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ കാണും. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ 6 hours വേണേൽ പ്രിപ്പയർ ചെയ്യാം പെർ ഡേ. അപ്പൊ നിങ്ങൾ ഒരു പ്രോപ്പർ ടൈം ടേബിൾ നിങ്ങൾ അറേഞ്ച് ചെയ്യാം. ഇപ്പൊ ഏർലി മോർണിംഗ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നൈറ്റ് ആണെങ്കിൽ ഇങ്ങനെ, വർക്ക്ഔട്ടിന്റെ ആണെങ്കിൽ അങ്ങനെ അങ്ങനെ വർക്ക്ഔട്ട് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഒരു പ്രോപ്പർ ടൈം ടേബിൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരുന്നില്ല. നമുക്ക് വരുന്ന ഓരോന്നായിട്ട് നമുക്ക് പതുക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. സോ ട്രൈ ടു മേക്ക് എ പ്രോപ്പർ ടൈം ടേബിൾ. ഓക്കെ, അതേപോലെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മെയിൻസ് കൂടി പ്രിലിംസിന്റെ കൂടെ പ്രിപ്പയർ ചെയ്യാവുന്ന രീതിയിലുള്ള പ്രിപ്പറേഷൻ തുടങ്ങുക. അല്ലാണ്ട് ഇത്രയൊക്കെ ഇവിടെ പഠിച്ചാൽ മതി, മറ്റേനത് വേണ്ട എന്നുള്ള ലെവലിലല്ല. കാരണം ടോപ്പിക്സ് മോർ ഓർ ലെസ് പ്രിലിംസിനാണെങ്കിലും മെയിൻസിനാണെങ്കിലും അത്യാവശ്യം സെയിം തന്നെയാണ്. ഉള്ളതെല്ലാം തന്നെ പ്രിലിംസിനും ഉണ്ട്. അതുകൊണ്ട് രണ്ടും കൂടെ ചേർന്ന് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം മെയിൻസിന്റെ കുറച്ച് ഏരിയാസ് ഒക്കെ ചിലപ്പം പ്രിലിംസിലെ ടോപ്പിക്സ് ഒക്കെ ഇപ്പൊ നമുക്ക് ഇന്ന ടോപ്പിക്സേ പ്രിലിംസിൽ വരൂ, അല്ലെങ്കിൽ ഇന്ന ടോപ്പിക്സേ മെയിൻസിൽ വരൂ, അങ്ങനെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റില്ല. അതുകൊണ്ട് പഠിക്കുമ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്ത് പോവുക. പിന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്പീഡും ആക്യുറസിയും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. സ്പീഡ് ആൻഡ് ആക്യുറസി. കാരണം ഈ സ്പീഡും ആക്യുറസിയും നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യും? ഏറ്റവും തുടക്കത്തിൽ തന്നെ നമുക്ക് സ്പീഡ് കാണണം എന്നില്ല. ഇപ്പം ആദ്യമായിട്ട് ഇപ്പൊ എന്റെ വീഡിയോ കാണുന്നവര് പെട്ടെന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കും അയ്യോ മിസ് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുന്നുണ്ട്, ഇതെനിക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ഇന്ന ഏരിയാസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല, പഠിച്ചിട്ടില്ല. കുഴപ്പമില്ല, നമ്മൾ ഒരു ദിവസം കൊണ്ട് നമ്മൾ ഇതെല്ലാം സെറ്റ് ആക്കുന്നതല്ല അല്ലെ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ സിലബസ് മനസ്സിലാക്കി, കുറച്ച് മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നോക്കി, ഇന്ന ഏരിയാസ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യമേ നമ്മുടെ സിലബസ് കവർ ചെയ്യാം. ഓക്കെ, സിലബസ് കവർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം, ക്വിസസ് അറ്റൻഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് 1 by 1 സ്പീഡും ആക്യുറസിയും നമുക്ക് കൂട്ടാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു സുപ്രഭാതത്തിൽ എണീറ്റിരുന്നിട്ട് അയ്യോ എനിക്ക് ഇത്ര മാർക്കേ ഉള്ളൂ അങ്ങനെയല്ല, ഇതെല്ലാം ഗ്രാജുവലി വരുന്നതാണ്. അതേപോലെ തന്നെ ടൈം മാനേജ്മെന്റ് രണ്ടിടത്തും, എക്സാമിന് മുന്നേയും എക്സാമിന്റെ ടൈമിലും നിങ്ങൾ രണ്ടിടത്തും ഫോക്കസ് ചെയ്യേണ്ട ഒന്നാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇത്ര ടൈം മാറ്റി വെക്കുക, അലോട്ട് ചെയ്ത് വെക്കുക. സെയിം വേ നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴും നിങ്ങൾ മെയിൻ ആയിട്ട് ഓക്കെ ഇത്ര ടൈമിനകത്ത് ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യും, അതും കൂടെ നിങ്ങൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ബാങ്ക് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ. ഇത് പ്രത്യേകിച്ച് ഞാൻ ഇംഗ്ലീഷ് പെർസ്പെക്റ്റീവിൽ ഞാനിപ്പോൾ അതിന്റെ മാർക്കും വെയിറ്റേജ് ഒന്നും പറയുന്നില്ല, ഞാൻ നേരെ സിലബസ് മാത്രമാണ് പോകുന്നത്. അപ്പൊ ഇത്രയും കാര്യം ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ദിശ അക്കാഡമി ഒരു ബാങ്ക് ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 27th ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 4999, അതായത് 5000 രൂപയ്ക്കാണ് നമ്മൾ ഈ കോഴ്സ് സ്റ്റുഡൻസിലേക്കായിട്ട് എത്തിക്കുന്നത്. അപ്പൊ താല്പര്യമുള്ളവര് എത്രയും പെട്ടെന്ന് ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഞാൻ ഡീറ്റെയിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് കയറി നോക്കുക. ഓക്കെ, പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ നമുക്ക് എന്താ ഒന്നെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, അതിനകത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇല്ലെങ്കിൽ നമ്പർ ഞാൻ കൊടുത്തേക്കാം. നമ്പർ ഞാൻ ഇവിടെ ഒന്ന് കൊടുത്തേക്കാം, ഞാൻ ഇവിടെ ഒന്ന് എഴുതിയിട്ടേക്കാം. 8075753676. ഓക്കെ, 8075753676. ഓക്കെ, ഈ നമ്പറിലോട്ട് ഒരു നമ്പറും കൂടെ ഉണ്ട്, 7012615062. ഇതിൽ ഏതെങ്കിലും നമ്പറിലോട്ട് വിളിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇംഗ്ലീഷ്. ഓക്കെ, ഇംഗ്ലീഷിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കേണ്ടത്? ടോപ്പിക്സ് ആകെ കൂടെ 3 ടോപ്പിക്സ് നോക്കിയാൽ മതി. 3 ടോപ്പിക്സ് നോക്കാനുള്ളൂ. നമുക്ക് ഇംഗ്ലീഷിൽ ശരിക്കും പറഞ്ഞ ഇംഗ്ലീഷ് എല്ലാവരും ഭയങ്കര ടെൻഷൻ അടിക്കുന്നുണ്ട്, അയ്യോ അല്ലെ, ഭയങ്കര പേടിച്ച് നിൽക്കുന്നുണ്ട്. പേടിക്കാനൊന്നുമില്ല.
ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒന്നും പേടിക്കണ്ട. ആ കൂടെ നമുക്ക് 3 ടോപ്പിക്സ് ആണ് ഉള്ളത്. അതിൽ ഗ്രാമർ, വൊക്കാബ്സ്, കോംപ്രിഹെൻഷൻ, ഇങ്ങനെ 3ആയിട്ടാണ് ഇതിനെ ഞാൻ ഒന്ന് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഗ്രാമർ പോർഷൻ, ഓഫ് കോഴ്സ് ഗ്രാമർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എല്ലാം വരും. ദെൻ വൊക്കാബുലറി, വൊക്കാബുലറിക്കകത്തും എല്ലാ വൊക്കാബ്സും ഇൻക്ലൂഡഡ് ആണ്. കോംപ്രിഹെൻഷൻ, ഇങ്ങനെ 3 ഏരിയാസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യം ഇത് ഏതൊക്കെയാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയാസിൽ നിന്ന് വരുന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഗ്രാമറിനകത്ത് എന്തൊക്കെ പഠിക്കണം? കാണുമ്പോഴത്തേക്കും ഗ്രാമർ അല്ലേ, സംഭവം സിമ്പിൾ ആണ്. സംഭവം സിമ്പിൾ തന്നെയാണ്. നമ്മൾ അതിനകത്ത് ഗ്രാമറിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ട്, അതായത് എല്ലാം തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. പാർട്സ് ഓഫ് സ്പീച്ച് നമ്മളെല്ലാം നോക്കണം. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? നൗൺ ഉണ്ട് അല്ലെ, നൗൺ ഉണ്ട്, ദെൻ പ്രൊനൗൺ ഉണ്ട്, ഓക്കെ, ദെൻ വേർബ് ഉണ്ട്, ദെൻ അഡ്ജക്റ്റീവ്, പിന്നെ അഡ്വേർബ്, ഇപ്പൊ തന്നെ 5 ദെൻ പ്രൊപോസിഷൻ, ദെൻ കൺജങ്ഷൻ, ദെൻ ഇന്റർജങ്ഷൻ എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. അതിൽ നിന്നായിട്ട് ക്വസ്റ്റ്യൻസ് വരാറില്ല. അപ്പൊ ഈ പറഞ്ഞ പാർട്സ് ഓഫ് സ്പീച്ച് നിങ്ങൾ പഠിക്കുക. ഇത് കൂടാണ്ട് പിന്നെയുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻസ് ആണ്. ടെൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ കൂടെ കണ്ടീഷണൽ ക്ലോസ്, എന്താ ഇന്ന് മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ നമ്മൾ കണ്ടീഷൻ പറയില്ലേ, അത്. പിന്നെ ഇതിനകത്തുള്ളത് ആർട്ടിക്കിൾസ് ആണ്. എ ആൻഡ് ദ ആർട്ടിക്കിൾസ് അറിഞ്ഞിരിക്കുക. പിന്നെ നമുക്ക് ഈ പറയുന്ന ആക്റ്റീവ് പാസീവ് വോയിസ് കൺവേർഷൻ ആയിട്ട് ചോദിക്കാറില്ല. പക്ഷേ എറർ സ്പോട്ടിങ്ങിനകത്ത് വോയിസോ സ്പീച്ചോ ചോദിക്കാറുണ്ട്. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്നൊക്കെ പറയും. ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് കൺവേർഷൻ ചോദിച്ചില്ലെങ്കിലും എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസിനകത്ത് ഇതൊക്കെ വരാറുണ്ട്. ഇത്രയുമാണ്. നമുക്ക് പിന്നെ ക്വസ്റ്റ്യൻ ടാഗ് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ ടാഗ്. ഇത്രയാണ് നമ്മൾ ഗ്രാമർ ടോപ്പിക്സിനകത്ത് നമ്മൾ കവർ ചെയ്യേണ്ട ഏരിയാസ്. അപ്പൊ ഒറ്റയടിക്ക് പറയാം, പാർട്സ് ഓഫ് സ്പീച്ച് പഠിക്കുക, ടെൻസ് പഠിക്കുക, പിന്നെ പറഞ്ഞ പോലെ തന്നെ ആർട്ടിക്കിൾസ്, കണ്ടീഷൻ ക്ലോസ്, വോയിസ് സ്പീച്ചും ഒത്തിരി ഡെപ്തിൽ ഇല്ലെങ്കിലും അത്യാവശ്യം അറിഞ്ഞിരിക്കുകയും വേണം. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഗ്രാമർ ഏരിയയിൽ നിന്ന് വരുന്നത്. ഇനി അടുത്തത് നമുക്കുള്ളത് ഞാൻ പറഞ്ഞ പോലെ നെക്സ്റ്റ് ഏരിയ നമുക്കുള്ളത് വൊക്കാബ്സ് ആണ്. വൊക്കാബുലറിക്കകത്ത് നമുക്ക് ഏതൊക്കെ ഏരിയാസ് നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് സിനോണിംസ് അറിഞ്ഞിരിക്കണം, മീനിങ്സ്, ആന്റണിംസ് അറിഞ്ഞിരിക്കണം, അതായത് ഓപ്പോസിറ്റ്സ് അറിഞ്ഞിരിക്കണം. ദെൻ നമുക്ക് സ്പെല്ലിംഗ് ഇമ്പോർട്ടന്റ് ആണ്. സ്പെല്ലിംഗ്, മിസ്പെൽഡ് വേർഡ്സ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ഈ 3 ഏരിയാസ് മസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കിയേ പറ്റൂ. സിനോണിംസ്, ആന്റണിംസ്, സ്പെല്ലിംഗ് ആൻഡ് ഇതോടൊപ്പം തന്നെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ഓക്കെ, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നമുക്ക് വരാറുണ്ട്. ഇത്രയുമാണ് വൊക്കാബ്സിനകത്ത് കവർ ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെ കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ബാങ്കിങ് എക്സാംസിൽ ഏറ്റവും നമുക്ക് ഒരുപാട് പ്രിപ്പറേഷൻ ഇല്ലാണ്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് കോംപ്രിഹെൻഷൻ. അതിനകത്ത് റീഡിംഗ് കോംപ്രിഹെൻഷൻ വരും, ദെൻ ക്ലൂസ് ടെസ്റ്റ്. ഓക്കെ, റീഡിംഗ് കോംപ്രിഹെൻഷൻ ഓർ ക്ലൂസ് ടെസ്റ്റ് ആണ് ഇതിൽ ഒരെണ്ണേ സാധാരണ ചോദിക്കാറുള്ളൂ, ഏതെങ്കിലും ഒരെണ്ണം വരും. പിന്നെ പാരാജമ്പിൾസ് വരും കേട്ടോ. അതിന്റെ പല ലെവലുകളാണ് പാരാജമ്പിൾസ്. ഓക്കെ, പല ലെവലായിട്ട് ചോദിക്കാം. അതിലോട്ടൊക്കെ ഞാൻ വരാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കേണ്ട കുറച്ച് ഏരിയാസ് ആണ്. അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ 3 ഏരിയാസേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. ഈ പറയുന്ന ഗ്രാമർ ആയിക്കോട്ടെ, വൊക്കാബ്സ് ആയിക്കോട്ടെ, കോംപ്രിഹെൻഷൻ ആയിക്കോട്ടെ, മൊത്തത്തിൽ നമുക്ക് ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. പക്ഷെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ അതും കൂടെ ഞാൻ പറയാം. ഏതൊക്കെ ഏരിയാസ് ആണ് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാങ്കിങ് എക്സാംസിന്റെ എല്ലാ ഏരിയാസും നമുക്ക് ഒന്ന് കവർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതായത് നമുക്ക് ചോദിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ കുറെയൊക്കെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്. പിന്നെ ചില സമയത്ത് ഞാൻ ഈ പറഞ്ഞതിൽ നിന്നും വ്യത്യാസമായിട്ട് നമുക്ക് വരുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ്. ഈ എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസിനാണ് നമുക്ക് ഗ്രാമർ ഒക്കെ വരുന്നത്. അതായത് ഒരു സെന്റൻസ് വരും, അത് ഇപ്പൊ പലർക്കും അറിയാം, പക്ഷെ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസിനകത്ത് ഒരു സെന്റൻസ് വരും, കുറെ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. നമുക്ക് അതിൽ ഏത് പാർട്ടിലാണ് എറർ എന്ന് കണ്ടുപിടിക്കാം. ചിലപ്പോൾ ഒരു പാർട്ടിലായിരിക്കാം, ചിലപ്പോൾ 2 പാർട്സിലായിരിക്കാം, ചിലപ്പോൾ അതിൽ കൂടുതൽ കാണാം എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ്.
പിന്നെ നമുക്ക് ചോദിക്കുന്നത് സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ആണ്. സെന്റൻസ് ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഫ്രേസ് റീപ്ലേസ്മെന്റ് എന്ന് പറയും. അതായത് ഒരു പാർട്ട് അണ്ടർലൈൻ ചെയ്തോ അല്ലെങ്കിൽ ബോൾഡ് ആയിട്ടോ ഇറ്റാലിക്സിലോ തരും. എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും എറർ സോറി അത് കറക്റ്റ് ആണോ എങ്കിൽ നോ ഇംപ്രൂവ്മെന്റ് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാം. അതാണ് ഫ്രേസ് റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ സെന്റൻസ് ഇംപ്രൂവ്മെന്റ് എന്ന് വരുന്നത്. പിന്നെ നമുക്ക് ഈ കൺജങ്ഷൻസിലൂടെ നമുക്ക് വരുന്നത് കണക്ടേഴ്സ് ആൻഡ് സ്റ്റാർട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കണക്ടേഴ്സ് അല്ലെങ്കിൽ സ്റ്റാർട്ടേഴ്സ്. നമ്മൾ പഠിച്ച കൺജങ്ഷൻസ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ പാസീവ് സ്പീച്ചിൽ കൺജങ്ഷൻസ് പഠിക്കണം എന്ന്. അപ്പൊ ഒരു കൺജങ്ഷൻ തന്നിട്ട് കുറെ സെന്റൻസസ് തരും. ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഒരു കണക്ടർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടർ ആയിട്ടോ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, അത് വരാം. പിന്നെ നമുക്ക് വേർഡ് സ്വാപ്പ് വേർഡ് സ്വാപ്പ് എന്ന് പറഞ്ഞാൽ അത് വൊക്കാബ് ബേസ്ഡ് ആവാം, ഗ്രാമർ ബേസ്ഡ് ആവാം, അതിനകത്ത് ചിലപ്പം സ്പെല്ലിംഗ് ബേസ്ഡ് എങ്ങനെ വേണേലും വരാം. അതായത് ഒരു സെന്റൻസിനകത്ത് 4-5 വേർഡ്സ് ബോൾഡ് ആയിട്ട് തരും. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് മീനിങ് ആയിട്ടുള്ള ഒരു സെന്റൻസ് കിട്ടും. അപ്പൊ അങ്ങനെ വേർഡ് സ്വാപ്പ് വരാം. പിന്നെ മാച്ച് ദ കോളം. ഓക്കെ, കോളം എ ഉണ്ട്, കോളം ബി ഉണ്ട്. അപ്പൊ നമ്മൾ അതിനൊന്ന് മാച്ച് ചെയ്യുന്ന സമയത്ത് ഗ്രമാറ്റിക്കലിയും കറക്റ്റ് ആയിരിക്കണം, അതേപോലെ തന്നെ കോണ്ടെക്ച്വലി അതിന് കുറച്ച് ലോജിക് ഒക്കെ വേണം. ആ രീതിയിൽ നമ്മൾ മാച്ച് ദ കോളം ചെയ്യാം. പിന്നെ ബാങ്ക് എക്സാംസിൽ വരുന്ന വേറെ ഒന്നാണ് ഫില്ലേഴ്സ് എന്ന് പറയും. ഫില്ലേഴ്സ് അതായത് ബ്ലാങ്ക്സ് കാണും. നമ്മുടെ പണ്ടത്തെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്, നമ്മൾ സ്കൂളിലൊക്കെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യില്ലേ, അതുപോലെ തന്നെ. അപ്പൊ അത് സിംഗിൾ ഫില്ലേഴ്സ് കാണാം, ഡബിൾ ഫില്ലേഴ്സ് കാണാം, ട്രിപ്പിൾ ഫില്ലേഴ്സ് കാണാം. അതിന്റെ ഭയാനകമായ ഭീകരമായിട്ടുള്ള വേർഷൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോ ഫില്ലേഴ്സ് അറിഞ്ഞിരിക്കുക. ഇങ്ങനെയൊക്കെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. പിന്നെ പാരാജമ്പിൾ അല്ലെങ്കിൽ സെന്റൻസ് റീഅറേഞ്ച്മെന്റ്. അതിപ്പോ വേർഡ് റീഅറേഞ്ച്മെന്റ് ആയിട്ടും വരാം, സെന്റൻസ് റീഅറേഞ്ച്മെന്റ് ആയിട്ടും വരാം. അപ്പോ അതും പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അപ്പൊ അതിലോട്ടൊന്നും ഞാനിപ്പോ പോകുന്നില്ല. അപ്പൊ കോംപ്രിഹെൻഷൻ എന്താണല്ലോ നിങ്ങൾക്ക് എല്ലാം തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഈ പറഞ്ഞിരിക്കുന്ന RC റീഡിംഗ് കോംപ്രിഹെൻഷൻ അല്ലെങ്കിൽ ക്ലോസ് ടെസ്റ്റ് വരാം. പിന്നെ നമുക്ക് പാരാജമ്പേഴ്സ് എന്താണേലും എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷിനെ കുറിച്ചൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അത്യാവശ്യം കുറച്ച് സംഭവം ഓക്കെ ഇന്നതാണ് എന്ന് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോ യെസ്, അപ്പൊ ഇതിന്റെ മാർക്കും കാര്യങ്ങളിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. കാരണം ഇതിന്റെ പ്രീവിയസ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്ലർക്കിന്റെ അല്ലെങ്കിൽ POയ്ക്ക് പ്രിലിംസിന് എത്രയാണ്, മെയിൻസിന് എത്രയാണ് എന്നൊക്കെയുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നേരത്തെ നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ അതിലോട്ട് പോകുന്നില്ല. അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു കോൺഫിഡൻസ് കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കോമെന്റ് ചെയ്യാം. ഞാൻ അതിന് നമുക്ക് അറിയാവുന്ന പോലെ ഞാനത് ഷെയർ ചെയ്ത് തരാം. അപ്പൊ ടോപ്പിക് വൈസ് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പം ബേസിക്കലി ഈ 3 ടോപ്പിക്സ് എന്ന് ഓർത്താൽ മതി. വൊക്കാബ്സ് അത്യാവശ്യം അറിഞ്ഞിരിക്കണം, ഗ്രാമർ അറിഞ്ഞിരിക്കണം, ആൻഡ് അറ്റ് ദ സെയിം ടൈം കോംപ്രിഹെൻഷൻ. അപ്പൊ ഇതിലേക്കുള്ള പ്രിപ്പറേഷൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ടോപ്പിക്സ് തുടങ്ങുന്ന വരെ നിങ്ങൾ ചെയ്യേണ്ടത് ന്യൂസ് പേപ്പർ വായിക്കുക. അത് ചുമ്മാ വായിച്ചാൽ പോരാ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ന്യൂസ് പേപ്പർ വായിക്കാം. ഞാൻ അതിന്റെ 2-3 സെഷൻസും പറഞ്ഞു തരാം. നമുക്ക് അങ്ങനത്തെ സെഷൻസും നമുക്കൊന്ന് എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, ഓക്കെ ഇങ്ങനെയാണ് എന്നുള്ള. അപ്പൊ ന്യൂസ് പേപ്പർ എങ്ങനെ വായിക്കാം എന്നുള്ളതിന്റെ സെഷൻസും ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോ നിങ്ങൾക്കിപ്പം കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ വേറെ ഒന്നുമില്ല. അപ്പോ എല്ലാവർക്കും നല്ലൊരു ഡേ ആയിരിക്കട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് ലേണിംഗ്. Happy learning. So thank you all. Thank you so much. Channel subscribe ചെയ്യാൻ മറക്കണ്ട. Okay. Thank you so much. Bye bye. Take care.